ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ സ്ഥാപിച്ച മുഖമണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം ജൂലൈ 7-ന് രാവിലെ 7 മണിക്ക് നടക്കും. പ്രവാസി വ്യവസായിയും വെൽത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മേധാവിയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി മുഖമണ്ഡപവും നടപ്പുരയും നിർമ്മിച്ചത്. കേരളീയ വാസ്തുശൈലിയുടെ അലങ്കാര ഭംഗിയോടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുതിയ പ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നത്. 3 താഴികക്കുടങ്ങളോട് കൂടിയാണ് മുഖമണ്ഡപം. ചെമ്പിൽ വാർത്തെടുത്തതാണ് ഈ താഴികക്കുടങ്ങൾ. 5 അടി ഉയരമുണ്ട്. ഇത്രയും വലിയ താഴികക്കുടങ്ങൾ ഗോപുരങ്ങളിൽ സ്ഥാപിക്കുന്നതും അപൂർവമാണ്. മാന്നാർ PK രാജപ്പനാചാര്യ സംഘവുമാണ് താഴികക്കുടങ്ങൾ നിർമ്മിച്ചത്. 3 താഴികക്കുടങ്ങൾ നിറയ്ക്കാനായി ഏതാണ്ട് 93 കിലോ ഞവരനെല്ലാണ് വേണ്ടി വന്നത്. മുഖമണ്ഡപത്തിന് താഴെ തട്ടിൽ ആഞ്ഞിലിമരത്തിൽ അഷ്ടദിക്ക് പാലകർ, ബ്രഹ്മാവ്, വ്യാളി രൂപങ്ങൾ എന്നിവ മനോഹരമായി കൊത്തിയിട്ടുണ്ട്. മുഖമണ്ഡപത്തിന്റെ തൂണുകളിൽ ചതുർ ബഹുരൂപത്തിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ, വെണ്ണക്കണ്ണൻ, ദ്വാരപാലകർ എന്നിവരെയും കാണാം. വലിയൊരു സംഘ ശില്പികളുടെ മാസങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെയാണ് ഇങ്ങനെയൊരു നടപ്പന്തലും മുഖമണ്ഡപവും നിർമ്മിച്ചെടുത്തത്. നിലവിലുള്ള നടപ്പുരയുടെ അതേ ഉയരം തന്നെയാവും പുതിയ നടപ്പുരയ്ക്കും. ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നട, ഒരു പുതിയ നട പുതുക്കി പണിയാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പനാൽ എന്നിൽ നിക്ഷിപ്തമായി. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളെല്ലാം ഈ വരുന്ന 7-ാം തീയതി നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മുഖമണ്ഡപവും 70 മീറ്ററോളം വരുന്ന ഒരു നടപ്പന്തലുമാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഏകദേശം ഒരു 1.25 കൊല്ലം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയത്. ഏകദേശം 3.5-4 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ആദ്യഘട്ട പണികൾ നമ്മൾ ഇപ്പോൾ സമർപ്പിക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറ സ്വദേശിയായ വിഘ്നേഷ് വിജയകുമാർ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽത്ത് ഗ്രൂപ്പ് കമ്പനീസിന്റെ സിഇഒയാണ്. മഹേന്ദ്ര കമ്പനി ഗുരുവായൂരിലേക്ക് വഴിപാടായി സമർപ്പിച്ച താർ ലേലത്തിൽ പിടിച്ച വിഘ്നേഷ് നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഷിൻസു സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.